മനസ്സിലാക്കുക. അതെന്റെ അത് എന്റെ രഹസ്യം വെളിവാക്കാനുള്ള മാർഗം കാണിച്ചു തരും. ഭക്തർക്ക് സ്വാന്തനം നൽകുന്നതിനായി ബാബയ്ക്ക് ഈ ഭൗതിക ശരീരം വിട്ടുപോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അദ്ദേഹം നിശബ്ദമായിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടൊന്നുമില്ലാതെ തുറച്ചു നോക്കും. എന്നിട്ടൊരു നൊടിക്കുള്ളിൽ സ്വാസ്ഥ്യം പ്രാപിക്കുന്നു. അതിനിടയിൽ യാത്രയും ദാനവും ഒക്കെ നടന്നിരിക്കും. ഒരിക്കൽ ഒരു വിഷയത്തെ മനസ്സിലാക്കി തരുവാൻ ബാബ മനു ചക്രവർത്തിയുടെ ഒരു മന്ത്രിയുടെ കഥ പറയുകയായിരുന്നു. തന്മധ്യേ ഒരു 10 നൊടി നേരത്തേക്ക് അദ്ദേഹം പ്രജ്ഞാഹീനനായി. ഉടനെ സുസ്ഥിതിയിലായിട്ട് കഥ തുടർന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന കുറച്ച് ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയുള്ളൂ. പെട്ടെന്നൊരാൾ മുറിയിലേക്ക് വന്നു. ബാബ അയാളോട് ചോദിച്ചു, കമ്പി കിട്ടിയോ? അയാൾക്ക് കമ്പി കിട്ടിയെന്നതായിരുന്നു വാസ്തവം. അതിലെന്തു പറഞ്ഞിരിക്കുന്നു? പ്രസാദിന് നല്ല പനിയുണ്ടെന്നല്ലേ? കമ്പി തുറന്നു നോക്കിയിട്ടില്ല. അത് ബാബയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ബാബ തുറന്നു നോക്കി. പ്രസാദിന് പനിയുണ്ടെന്നും അത് 104 ഡിഗ്രി വരെ എത്തിയിട്ടുണ്ടെന്നും അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ ബാബ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനിപ്പോൾ അവിടെയാണ് പോയിരുന്നത്. കുട്ടി അപായഘട്ടം കടന്നിരിക്കുന്നു. 250 നാഴിക അകലയിൽ നിന്ന് വന്ന ആ മനുഷ്യന്റെ വീട്ടിലാണത്രേ പ്രസാദ് എന്ന ബാലൻ. എന്നാൽ സാധാരണയായി ബാബയുടെ ഈ പരമകാരുണിക യാത്രയുടെ സൂചനകൾ ലഭിക്കാറില്ല. സംസാരിക്കുന്നതിന് മധ്യേ, പാടുന്നതിന് മധ്യേ, നടക്കുന്നതിന് മധ്യേ അദ്ദേഹം രക്ഷിക്കുന്നു, നയിക്കുന്നു, നിർദ്ദേശിക്കുന്നു. നല്ലപോലെ എൻ്റെ ഓർമ്മയിലിരിക്കുന്ന അനന്യസാധാരണമായൊരു സംഭവം ഞാൻ പറയട്ടെ. ബാബ പ്രശാന്തി നിലയത്തിൽ തൻ്റെ മുറിയിലായിരുന്നു. ഞങ്ങൾ ഒരു 12 പേർ അവിടെ ഉണ്ടായിരുന്നു. നവരാത്രിക്ക് നൽകാനുള്ള വേഷ്ടികൾ തയ്യാറാക്കുവാനായി ഒറ്റയാക്കി മുറിക്കുകയും മുറിച്ചു കഴിഞ്ഞ വേഷ്ടികളെ മടക്കി വെക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് ബാബ ചോദിച്ചു, പാർത്ഥസാരഥി, ഞാനിപ്പോൾ നിന്റെ കൂടെ ഇരുന്ന് കത്രിക കൊണ്ട് ഈ വസ്ത്രം മുറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ വിചാരിക്കുന്നുവല്ലേ? നിന്റെ കുശനെ കാണാൻ വേണ്ടി ഞാനിപ്പോൾ മദ്രാസിലേക്ക് ചെന്നിരുന്നു എന്ന് നീ അറിയുന്നുണ്ടോ? അവൻ ഡിപ്തീരിയ പിടിപെട്ടിരിക്കയാൽ നിന്റെ സഹോദരൻ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നിരിക്കുന്നു. വിഷമിക്കേണ്ട, ഞാൻ അവന് ദർശനം കൊടുത്തു. അവനിപ്പോൾ സുഖപ്പെടും. ഞങ്ങൾക്കിത് കേട്ടപ്പോൾ അത്ഭുതമുണ്ടായി. ബാബയുടെ കാരുണ്യത്തിലും മഹശക്തിയിലും മതിമറന്ന് പാർത്ഥസാരഥി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. ബാബ പ്രകൃതിയായുള്ള ഹാസ്യരീതിയിൽ തന്നെ മഹിമയെ വിസിറ്റിംഗ് കാർഡ് എന്നാണ് പറയാറ്. അതായത്, ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് താൻ ഈശ്വരന്റെ അവതാരമാണെന്നും തനിക്ക് മഹശക്തി ഉണ്ടെന്നും അറിയിക്കുകയാണ്. അനവധി ഭക്തന്മാർക്ക് നൊടിയിൽ ശരണം കൊടുത്ത ആ മഹാപ്രഭു, ഗജേന്ദ്രനും ദ്രൗപദിക്കും ദർശനം നൽകിയ സർവീശ്വരൻ, അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തിന്റെ അടയാളമായി ഈ മഹിമകൾ നമുക്ക് കാണിച്ചു തന്നാണെന്ന് അറിയിക്കുവാൻ അദ്ദേഹം വെമ്പുന്നു. വെറും ജിജ്ഞാസ കൊണ്ട് മാത്രം തന്നെ കാണുവാൻ വരുന്നവർക്ക് കൂടി അദ്ദേഹം ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതിനെ പാകം പോലെ ഉപയോഗപ്പെടുത്തി ആത്മസാക്ഷാത്കാരം കിട്ടാൻ യത്നിച്ചാൽ മാത്രമേ ആ കരുണ പാഴാകാതിരിക്കുകയുള്ളൂ. 14 ആ സാരഥി. കുരുക്ഷേത്രത്തിലെ യുദ്ധം അവസാനിക്കുന്നത് വരെ പാർത്ഥന്റെ സാരഥിയായിക്കൊള്ളാമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ദയാപുരുഷരെ സമ്മതിച്ചു. നാരായണൻ നരന്റെ സാരഥിയായി, ഈശ്വരൻ മനുഷ്യന്റെ സകല കർമ്മങ്ങളെയും നയിച്ചു. കർത്തവ്യകർമ്മം ചെയ്യുവാനുള്ള ആഹ്വാനം വന്നപ്പോൾ അർജുനൻ മോഹവലയത്തിനുള്ളിലായി. എൻ്റെ അംഗങ്ങൾ തളരുന്നു, നാവ് വരളുന്നു, കയ്യിൽ നിന്ന് ഗാന്ധീവം താഴെ വീഴുന്നു, എനിക്ക് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല, എൻ്റെ മസ്തിഷ്കം ചുഴലുന്നു എന്ന് അർജുനൻ വിലപിച്ചു. ശ്രീകൃഷ്ണൻ അർജുനനെ അയാളുടെ അന്തസ്സ് കെടുത്തുന്ന ദൗർബല്യത്തിന് ശകാരിച്ചു. പൗരുഷത്തിന് പറ്റിയതല്ല അത് എന്ന് പറഞ്ഞു. അർജുനന്റെ വിവേകം, ദുഃഖം, മായ, ഗർവ്, അജ്ഞാനം, ഞാൻ എൻ്റേത് എന്ന ഭാവം, ഇവ കൊണ്ടൊക്കെ മങ്ങിപ്പോയിരുന്നു. അപ്പോൾ കൃഷ്ണഭഗവാൻ, അന്തര്യാമിയായ മഹാപ്രഭു, മോഹമാകുന്ന മൂടുപടം നീക്കി വിജയകരമായ ജീവിതം നയിക്കാനുള്ള മാർഗം ഉപദേശിച്ചു. ശരണാഗതി, അനാസക്തി യോഗം ഇവ പഠിപ്പിച്ചു. ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് ആ യുദ്ധത്തിന്റെ ഭൂമിയിൽ നടുവിൽ കൊണ്ട് നിർത്തിയപ്പോൾ, അതിനു മുമ്പേ യുദ്ധത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടിരുന്ന അർജുനൻ നേരെ തൻ്റെ ഗുരുക്കന്മാരെയും തൻ്റെ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും ഒക്കെ യുദ്ധഭൂമിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാതെയായി. മാത്രമല്ല, അദ്ദേഹത്തിന് കയ്യും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ഇനി ഇതൊക്കെ ചെയ്താൽ വലിയ പാപമൊക്കെ ചെയ്യേണ്ടി വരില്ലേ, സ്വന്തം ആൾക്കാരൊക്കെ കൊല്ലേണ്ടി വരില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റി ഉണ്ടായി, വലിയ ടെൻഷൻ ഉണ്ടായി, നാവൊക്കെ വരളാൻ തുടങ്ങി. തൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഗാന്ധീവം കയ്യിൽ നിന്ന് വീഴുന്നുള്ള രീതിയായി.
നിൽക്കാൻ തന്നെ കഴിയാതെ ആയി. അങ്ങനെ തലതിരിച്ചിലൊക്കെ വന്നു. അപ്പോൾ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇവരെയൊക്കെ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ തീരെ പറ്റില്ല. അപ്പോൾ ഭഗവാൻ അർജുനനെ അവിടുന്നാണ് ഗീതയിലെ കാര്യങ്ങളൊക്കെ ഉപദേശങ്ങൾ തുടങ്ങുന്നത്. ഭഗവാൻ ഇത് അന്തസ് കെടുത്തുന്ന ഒരു ദൗർബല്യമാണെന്ന് പറഞ്ഞു. ക്ഷത്രിയന് യുദ്ധമാണ് സ്വകർമ്മം, അത് ചെയ്താൽ ആൾക്കും ഒരു പാവവുമില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഗീതയിൽ എന്താ പറയണത്? ഇവിടെ യുദ്ധം ഉണ്ടാവുന്നു ഉണ്ടാവാതിരിക്കുന്നതും ഈ കാണുന്നതും ഒക്കെ തന്നെ ഈശ്വര സങ്കല്പം കൊണ്ടാണ്. നീയായിട്ടൊന്നും ചെയ്യല്ല, നീ അത് ചെയ്യുന്നു, ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്ന വിചാരം നിനക്ക് പാടില്ല, അതാണ് നിനക്ക് ഈ ദൗർബല്യമൊക്കെ വരാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അർജുനന്റെ വിവേകവും ദുഃഖവും മായയും ഗർവവും അജ്ഞാനം ഇതൊക്കെ ആ സമയത്ത് അർജുനന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്ന ആ ഭാവമൊക്കെ അധികമായി, എനിക്ക് ചെയ്യാൻ വയ്യ, ഇതൊക്കെ ബന്ധുക്കളാണ്, എൻ്റെ സ്വന്തം ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെയുള്ള ദേഹബോധത്തോട് കൂടിയിട്ടുള്ള പല വിചാരങ്ങളും വന്നു. അപ്പോഴാണ് ഭഗവാൻ സാക്ഷാൽ അവതാര സ്വരൂപമായ ഭഗവാൻ ആ അജ്ഞാനത്തിന്റെ മൂടുപടം നീക്കിയിട്ട് എങ്ങനെയാണ് വിജയകരമായിട്ട് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുക എന്ന ആ കാര്യം ഉപദേശിച്ചു. എല്ലാം ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കാൻ അനാസക്തി യോഗം അദ്ദേഹത്തിനെ പഠിപ്പിച്ചു എന്നാണ് ഇവിടെ ഈ പാരഗ്രാഫില് സ്വാമി പറയുന്നത്. ഈ ഏതൊരു ചൈതന്യമാണോ കൃഷ്ണനായിട്ട് അവതരിച്ചത്, ആ ചൈതന്യം തന്നെ ഇപ്പൊ ഭഗവാൻ ബാബയായിട്ടാണ് ഇപ്പൊ നമ്മളോട് ഇത് ഉപദേശിക്കുന്നത്. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ തോന്നണം. അതാണല്ലോ അരവിന്ദ മഹർഷി പറഞ്ഞത്. ഭഗവാൻ അവതരിച്ച അടുത്ത ദിവസം 23-ാം തീയതി ഇന്നലെ നമ്മളൊക്കെ എല്ലാ സ്ഥലത്തും ആഘോഷിച്ചു, കേമമായിട്ട് ആഘോഷിച്ചു സകല സ്ഥലങ്ങളിലും ഇന്നലെ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ജനിച്ചിട്ടുള്ള ബർത്ത്ഡേ, ആ ബർത്ത്ഡേ ഭഗവാൻ ശരിക്ക് ജനിച്ച ദിവസത്തിന്റെ അടുത്ത ദിവസം അരവിന്ദ മഹർഷി പ്രഖ്യാപിച്ചല്ലോ, ഏതൊരു ചൈതന്യമാണോ ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചത്, ആ ചൈതന്യം വീണ്ടും ഇതാ ഭൂമിയിൽ ഇന്നലെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഈ ലോകത്തിനോട് പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഈ താൻ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യം. ആ കാര്യമാണ് ഇവിടെ ഭഗവാൻ ഇപ്പോൾ നമ്മളോട് അവതാര സ്വരൂപ നമ്മളോട് പറയുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവണം ഈ അവസരം. 1958 പ്രശാന്തി നിലയത്തിൽ വെച്ച് ബാബ ഉദ്ഘാടനം ചെയ്ത മാസികയ്ക്ക് സനാതന സാരി എന്ന് പേരിട്ടത് അന്വർത്ഥമായിരിക്കുന്നു. കാരണം അദ്ദേഹവും ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ മായ നീക്കാനും ദുഃഖത്തെ അകറ്റാനും അഹംഭാവം അജ്ഞാനം എന്നിവയെ അകറ്റി ധർമ്മം പുനഃസ്ഥാപിക്കുവാനുമാണ് വന്നിരിക്കുന്നത്. സാരഥി എന്ന പദം നമ്മോടുള്ളൊരു പ്രതിജ്ഞയാണ്. നമ്മുടെ മനോബുദ്ധികളുടെ കടിഞ്ഞാൻ പിടിച്ച് നയിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നാം അദ്ദേഹത്തെ ക്ഷണിക്കുക. എന്ന ആദ്യത്തെ കാലടി വെച്ചാൽ മാത്രം അദ്ദേഹം നമ്മെ നയിക്കും എന്നതിൻ്റെ വാഗ്ദത്തമാകുന്നു. ആ പദം സൃഷ്ടി ഉണ്ടായത് മുതൽ ഇതാണ് ബാബയുടെ പരിപാടി. സനാതനം എന്നവർ നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവിടെ സനാതന സാരഥി 1958 പ്രശാന്തി നിലയത്തിൽ വെച്ചിട്ട് ഭഗവാൻ തുടങ്ങി, അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. ആ പേര് വളരെ ഗംഭീരമായ പേരല്ലേ. സനാതന ആയിട്ട് ഏത് കാലത്തും എപ്പോഴും മനുഷ്യരെ, മാനവ ജനതയെ ശരിയായ രീതിയിലേക്ക് നയിക്കുക, സനാതനമായ അവസ്ഥ അന്നും ഇന്നും നാളെയും ഒക്കെ അത് ആവശ്യമാണ്. അങ്ങനെയുള്ള ആ അവസ്ഥയിലുള്ള ആ സനാതനമായിട്ടുള്ള ഒരു സാരഥിയാണ് ഭഗവാൻ അല്ലെങ്കിൽ അവതാര പുരുഷൻ എന്ന് പറയുമ്പോൾ. അതാണ് നമ്മളൊക്കെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന, എത്രയോ കാലങ്ങളായിട്ട് ഭഗവാൻ തുടങ്ങി വെച്ച് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ആ മാസിക. അത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ നമ്മുടെയൊക്കെ മായയെ നീക്കാൻ, നമ്മളൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മായയുടെ മൂടലിലല്ലേ. ശരിയായ സത്യത്തെ മനസ്സിലാക്കാതെ മായ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ശരിയായ നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി മനസ്സിലാവണമില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് എന്നും ദുഃഖവും കഷ്ടവും തന്നെയാണ്. ഒന്നിനും നമുക്ക് തൃപ്തിയില്ല. എപ്പോഴും നമുക്ക് അധൈര്യമാണ്, ഭയമാണ്. സദാസമയം നമ്മൾ മരണത്തെയും ബാക്കി കാര്യങ്ങളൊക്കെ പേടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ നമ്മൾ ചെയ്യേണ്ടതായ ശരിയായ കർമ്മങ്ങൾ
സ്വധർമ്മങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. അപ്പോ അതുകൊണ്ട് വല്ലാത്ത ദുഃഖം ഉണ്ടാവുന്നു. ചില സമയത്ത് അഹംഭാവമല്ലാതെ അജ്ഞാനം നീക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം നീങ്ങിയാൽ മാത്രമാണ് ധർമ്മത്തെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അവതാര സ്വരൂപന്മാരൊക്കെ ഇവിടെ വരുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ധർമ്മം ഇവിടുന്ന് തീരെ പോവൊന്നുമില്ല. ധർമ്മത്തിന് മങ്ങലേൽക്കുമ്പോൾ ആണ് അവതാരങ്ങൾ ഉണ്ടാവുക എന്നാണല്ലോ ഗീതയൊക്കെ പറയണത്. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണല്ലോ. അപ്പം അത് ഞാൻ ഈ സാരഥി എന്ന പദം ഒരു പ്രതിജ്ഞയാണെന്നാണ് ഇവിടെ കസ്തൂരിസ്വാമി പറയണത്. ഞാൻ എന്നും ഒരു സാരഥിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഭഗവാൻ നമുക്ക് വാക്ക് തന്നിരിക്കുക. നമ്മുടെയൊക്കെ മനോബുദ്ധികളുടെ കടിഞ്ഞാൻ പിടിച്ച് നയിക്കണമെന്ന് നമ്മൾ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കണം എന്നാ പറയണത്. കാരണം ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് മനസ്സാണ്. ആ മനസ്സ്, ബുദ്ധി ചില സമയത്തൊക്കെ വേണ്ട കാര്യങ്ങൾ അതാണെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുമെങ്കിലും മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി കളയും. ഇന്ദ്രിയങ്ങളാണെങ്കിലോ വിഷയങ്ങളിൽ കടന്നിട്ട് സദാസമയം വിഷയങ്ങളിൽ കടന്ന് കളിക്കുക. വിഷയങ്ങളൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന, വിഷയങ്ങളൊന്നും തന്നെ സത്യമല്ലല്ലോ. അതെല്ലാം മാറി മറിയുന്ന താൽക്കാലിക ക്ഷണികങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതിൽ കടന്ന് നമ്മൾ കളിച്ചാൽ നമുക്ക് നിത്യമായ ശാശ്വതമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വെച്ചിട്ട് ആ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അബദ്ധസഞ്ചാരം നടത്തേണ്ടി വരും. അതാണ് നമ്മൾക്കുള്ള ഏറ്റവും വലുതായിട്ടുള്ള ഈ പ്രാപഞ്ചികമായ അവസ്ഥയിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ അബദ്ധം അതാണ്. അതുകൊണ്ട് ആ മനോബുദ്ധികളുടെ കടിഞ്ഞാൻ പിടിച്ചിട്ട് ഭഗവാനോട് എന്നെ ആ ശരിയായ സ്ഥലത്തിലേക്ക് എത്തിക്കണേ, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നായിരിക്കണത്രേ നമ്മുടെയൊക്കെ എല്ലാ സമയത്തെയും പ്രാർത്ഥന. എന്നിട്ട് ഭഗവാനെ നമ്മൾ ഈ കാര്യത്തിനായിട്ട് ക്ഷണിക്കണം എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ആ പദം സൃഷ്ടി ഉണ്ടായത് മുതൽ ഇതാണ് ബാബയുടെ പരിപാടി. ഇവിടെ സൃഷ്ടി നടന്നതിന്റെ ശേഷം ഒക്കെ ഈശ്വരൻ എന്താ ചെയ്യണത്? എപ്പോഴും ഈ മനുഷ്യരാശിയെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ളതായിട്ടുള്ള, ധർമ്മത്തിലെ മങ്ങലേറ്റ ധർമ്മത്തെ പുനരുദ്ധരിക്കാനുള്ളതായിട്ടുള്ള സംഗതികളാണ് ഏത് അവതാരങ്ങളും ഏത് കാലത്തും ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സനാതനമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. പ്രേമവാഹിനി, ധ്യാനവാഹിനി, പ്രശാന്തിവാഹിനി, ജ്ഞാനവാഹിനി, സന്ദേഹ നിവാരണി എന്നീ ശീർഷകങ്ങളിൽ 5 ലേഖന പരമ്പരകൾ ബാബ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉപനിഷത്ത് വാഹിനി കഴിഞ്ഞു, ഗീതാവാഹിനിയും പ്രശ്നോത്തര വാഹിനിയും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെത് ലഘുവായ സരളമായ വാമൊഴി തെലുങ്കാണ്. അതിനാൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ബാബ തന്നെ നിങ്ങളോട് സ്നേഹപൂർവ്വം ഉത്തേജകമായി സംസാരിക്കുന്ന പോലെ അനുഭവപ്പെടുന്നതാണ്. പ്രസ്താവനകൾക്കിടയിൽ പല ചോദ്യങ്ങളോടുകൂടി ഏത് പ്രശ്നങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുവോ അവയെപ്പറ്റി ചിന്തിക്കാൻ അദ്ദേഹം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈശ്വരനിലേക്കുള്ള പുണ്യയാത്രയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ സ്നേഹാമൃത നിശ്ചന്യങ്ങളായ സംബോധനാപദങ്ങൾ നായിന, ബാബു, അബ്ബായി, ബംഗാരു തുടങ്ങിയ അദ്ദേഹം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നു. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഈ ഭഗവാൻ ബാബയുടെ അവതാര കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ പലതുമുണ്ട്. എന്നാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് വാഹിനികൾ. ഭഗവാൻ എഴുതിയ വാഹിനികൾ ശരിക്കും പറഞ്ഞാൽ അത് ഉപനിഷത്തുകളുടെ തന്നെ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് കണക്കാക്കാം. സാധാരണ രീതിയിൽ വ്യാഖ്യാനങ്ങൾ, ഇപ്പൊ മാണ്ഡൂക്യോപനിഷത്തിന്റെ വ്യാഖ്യാനം, മാണ്ഡൂക്യോപനിഷത്ത് ഒരു ഡസനാണുള്ളൂ ശ്ലോകം. വ്യാഖ്യാനം 500-ലധികം ശ്ലോകങ്ങളതാ വ്യാഖ്യാനം. അപ്പൊ സാധാരണയൊക്കെ ഇത്രയും ഗഹനങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ വളരെ അധികമായിരിക്കും. പക്ഷെ ഭഗവാന്റെ ഈ വ്യാഖ്യാനം, ഉപനിഷത്തുകളുടെയും ഈ കാര്യങ്ങളുടെയൊക്കെ വ്യാഖ്യാനം വളരെ ലളിതമായിരിക്കും ചെയ്യും, വളരെ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലുമായിരിക്കും. പക്ഷെ അവിടെ സ്വാമി ലാഘവ ബുദ്ധിയോടെ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വിലയില്ലാത്തതായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല. വളരെ വില പിടിച്ച കാര്യങ്ങൾ മാത്രം ആണ് സ്വാമിയുടെ വാഹിനികളിൽ ഉണ്ടാവുക. ആ വാഹിനികൾ സശ്രദ്ധം വായിക്കാതെ ഒരു സായി ഭക്തനും
അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രം. സാധാരണ മാതിരി സായി ഭക്തന്മാരൊക്കെ തന്നെയും ഈ പല പല ആൾക്കാർ എഴുതിയ മഹിമകള് അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ വായിക്കുക. പക്ഷെ വാഹിനിയെ പറ്റി വായിക്കാൻ പറയുമ്പോൾ എല്ലാവരും മുഖം ചുളിയണ് കാണും. കാരണം അത് വളരെ വിരസാണ്, അത് വായിക്കാൻ ശരിയാവില്ല. പക്ഷേ അത് വിരസമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വലിയ സൂക്കടാണെന്ന് വിചാരിക്കുക, ആയുർവേദത്തിലൊക്കെ കഷായ തരിക. കഷായമാണെന്ന് വിചാരിച്ചിട്ട് ആളെ കയപ്പായിരിക്കും എന്ന് വിചാരിച്ച് കുടിക്കാതിരിക്കാൻ പറ്റുമോ? അത് കുടിച്ചാലല്ലേ സൂക്കട് മാറുള്ളൂ. അതേപോലെയാണ് വാഹിനി എന്ന് പറഞ്ഞാൽ. ആ വായിച്ച് ശീലിച്ച് പിന്നെയും വായിച്ചിട്ട് അതിലെ ആ തത്വങ്ങളെ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോഴാണ് ഒരു സായി ഭക്തന്റെ ശരിയായിട്ടുള്ള തപസ്യ അതിന്റെ ശരിയായ നിലയിലേക്ക് എത്തുള്ളൂ. ഇതിന്റെ എല്ലാം ലക്ഷ്യം, ഇത് ഒരു ആധ്യാത്മിക സംഘടനയല്ലേ. ഭഗവാൻ അല്ലെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ നയിക്കുന്നതായ, അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് വേണ്ടിയിട്ട് വരദാനമായി തന്നിട്ടുള്ള ഒരു സംഘടന. ആ സംഘടനയിൽ കൂടി ഭഗവാൻ എന്താ പറയണത്? അൺവീലിംഗ് ഓഫ് ദി ഡിവിനിറ്റി ഇൻഹറന്റ് ഇൻ എവറി ഹ്യൂമൻ ബീയിങ് എന്നല്ലേ. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ആധ്യാത്മികതയുടെ അനാവരണമാണ് ഇവിടെ നടത്തേണ്ടത് ഈ സംഘടനയിൽ കൂടെ എന്നാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് നടക്കണമെങ്കിൽ ആ ആധ്യാത്മികത അനാവരണം ചെയ്യേണ്ട, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതിൽ കൂടെ ചെയ്യണം, അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. അത് അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിപ്പോ ഈ കലികാലത്തിൽ എത്രയും വ്യക്തമായി അവിടെ എത്താനുള്ള മാർഗങ്ങളും അതിന്റെ വഴികളും പറഞ്ഞു തന്ന ഒരു ഋഷീശ്വരനോ ഒരു പണ്ഡിതനോ ഇല്ല ഭഗവാൻ ബാബയെ പോലെ എന്നുള്ളത് തികച്ചും മനസ്സിലാക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ വഴിക്കൊന്നും ചിന്തിക്കാതെ ഭഗവാന്റെ വെറും മഹിമകളെ പറ്റി, മഹിമകള് ഭഗവാൻ തന്നെ പറഞ്ഞു, മഹിമകള് വലിയൊരു ആനപ്പുറത്ത് ഒരു ചെറിയ കൊതു ഇരുന്ന് കടിക്കുന്ന മാതിരിയേ ഉള്ളൂ. അത് എന്റെ സഹജമായ ഭാവമാണ്. ഭഗവാൻ എല്ലാ സിദ്ധികളും ഉണ്ട്, സിദ്ധി ഉണ്ടാക്കിയ ആളല്ല. അസെൻഡന്റ് ഡിസെൻഡ് ഉണ്ട്. ഡിസെൻഡ് എന്ന് പറയുന്ന ഈ സിദ്ധികളോടും ഈശ്വരീയമായ ശക്തികളോടും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അസെൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ സാധനകളൊക്കെ ചെയ്ത് ധ്യാനമൊക്കെ ചെയ്ത് ആ വഴിയിൽ കൂടെ അഷ്ടാംഗ യോഗത്തിൽ കൂടെ സിദ്ധികളൊക്കെ കൈവന്നിട്ട് മുകളിലേക്ക് വരുന്ന അവസ്ഥ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭഗവാൻ ഇതൊക്കെ സഹജമായിട്ടുള്ളതാണ്. ഭഗവാന് ഈശ്വരനില്ലാത്ത എന്താണുള്ളത്, ഈശ്വരൻ അറിയാത്ത എന്താണുള്ളത്? എല്ലാ സമയത്തും തേജസ്സായിട്ടിരിക്കുന്ന ആളെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരന് അസാധ്യം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലല്ലോ. അപ്പോ അങ്ങനെ ആ ഭഗവാൻ ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അത് പറഞ്ഞു തന്നിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കാനും വേണ്ടി ഇത്ര ബുദ്ധിമുട്ടുകൾ, എത്ര വാഹിനികളാണ് എഴുതിയത്. ഇപ്പോ ഇത് ഈ വോളിയം ഒന്നാമത്തെ വോളിയം എഴുതുമ്പോൾ ഉപനിഷത്ത് വാഹിനി വന്നിട്ടില്ല, ഗീതാവാഹിനി വന്നിട്ടില്ല, പ്രശ്നോത്തര വാഹിനി വന്നിട്ടില്ല. അത് സ്വാമി എഴുതിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സത്യശിവസുന്ദരത്തിന്റെ ഒന്നാം ഭാഗം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ ഭഗവാൻ നമ്മൾ അടുത്തിരുന്നിട്ട് നമ്മോട് സംസാരിക്കുന്ന മാതിരി നമുക്ക് അനുഭവം ഉണ്ടാവും വായിക്കുമ്പോൾ. അതിൽ പല ചോദ്യങ്ങൾ ചോദിക്കും, ചില പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. അത് ഈശ്വരനിലേക്കുള്ള ഒരു പുണ്യയാത്രയാണ്. ആ പുണ്യയാത്രയിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ വാഹിനിയിൽ കൂടെ ഭഗവാൻ തരുന്നത്. അവിടെ അത് തരുന്ന സമയത്ത് നോക്കണം ഭഗവാന്റെ ആ സ്നേഹം. ഭഗവാൻ അതൊക്കെ നമ്മളെ നായിന, ബാബു, അബ്ബായി, ബംഗാരു എന്നൊക്കെ വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് വിളിച്ചിട്ടാണ് ആ വാഹിനികൾ സംബോധന ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ വാഹിനികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ സമീപിക്കേണ്ടതായിട്ടുള്ള ഈ കലിയുഗത്തിലെ അവതാരപുരുഷൻ നമുക്ക് നൽകിയ അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന പ്രാധാന്യം സംഘടന കൊടുത്തേ തീരൂ. സംഘടന അത് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇത്രയും കാലങ്ങളായിട്ടും പറയുന്നുണ്ട് വാഹിനികളെ ശ്രദ്ധിക്കണം എന്നല്ലാതെ വാഹിനികളെ ഒന്ന് എല്ലാ ഭക്തന്മാരുടെ ഇടയിലേക്ക് പരത്താനോ അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഖേദത്തോടു കൂടി തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പ്, ഈ കാസർഗോഡ് ഗ്രൂപ്പ്
ആ ഗ്രൂപ്പ് ഇപ്പോൾ ഒരുപാട് വാഹിനികളൊക്കെ വായിച്ചു കഴിഞ്ഞില്ലേ? അതിന് ഒരു ഇനീഷ്യേറ്റീവ് വേണം. ആ ഇനീഷ്യേറ്റീവിൽ കൂടെ അത് നടപ്പാക്കാനുള്ള കരുത്തുണ്ടായിരിക്കണം. അത് ഭാഗ്യവശാൽ ഈ ഒരു ഗ്രൂപ്പിനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പില് പല സമയങ്ങളിലും ധാരാളം പേര് ഇതിൽ പങ്കെടുക്കുന്നു. അവർക്ക് ഇതിന്റെ സംഗതിയുടെ വലിപ്പം മനസ്സിലാവുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടി പല സ്ഥലത്തു നിന്നുള്ളവര് ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള മുമുക്ഷുത്തുള്ളവര് ഈ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാരണം അത് തന്നെയാണ്. ബാബയുടെ ഒരു ലേഖനത്തിന്റെ സംഗ്രഹം ഇതാണ്: ഒരു കർഷകന് താൻ വിതച്ച വിത്ത് മുളച്ചു വളർന്ന് പൂത്ത് കായ്ച്ചില്ലെങ്കിൽ എന്തുമാത്രം മനക്ലേശം ഉണ്ടാവും. അതേപോലെ ഞാൻ ഉച്ചരിക്കുന്ന ഈ സത്യവാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മുളച്ചു പടർന്ന് തഴച്ച് ഫലവത്തായില്ലെങ്കിൽ എനിക്കും സന്തോഷം ഉണ്ടാകുകയില്ല. ആ കൊയ്ത്തിലെ ആനന്ദം, അതാണ് എൻ്റെ ആഹാരം. ആ സേവ മാത്രമേ നിങ്ങൾ എനിക്കായി ചെയ്യേണ്ടതുള്ളൂ. അതിലുപരിയായിട്ട് മറ്റൊന്നില്ല. നിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഈ സദ്വാക്യങ്ങളെ നിങ്ങൾ എറിഞ്ഞു കളയാതെ കർമ്മമാർഗത്തിൽ ഫലിപ്പിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ആനന്ദം ലഭിക്കുമോ? അതാണ് എന്നെ ജീവിപ്പിക്കുന്ന ആഹാരം. ഇങ്ങനെ എൻ്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അവയെ പ്രായോഗിക പദ്ധതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം അധികം ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകും. അതിനുവേണ്ടിയാണ് ഞാൻ ആഗതനായിട്ടുള്ളത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫ്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം. ഈ പാരഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ മനനം ചെയ്യണം. ഈ പാരഗ്രാഫിലെ സന്ദേശത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയാം. ഒരു കർഷകൻ വിത്ത് വിതച്ചാൽ അത് മുളച്ചു വന്ന് പൂത്ത് കായ്ച്ചില്ലെങ്കിൽ ആ കർഷകന് എത്ര മനക്ലേശം ഉണ്ടാവും. നമുക്കൊക്കെ തന്നെ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി വളർന്ന് അതിൽ പൂവൊന്നുമില്ലായി കണ്ടിട്ടില്ല, അത് അതിന്റെ മുമ്പ് തന്നെ കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. സാധാരണക്കാരായ നമുക്ക് തന്നെ എന്തൊരു വല്ലാത്ത വസനായിരിക്കും. അപ്പൊ ഒരു കർഷകൻ അതിനുവേണ്ടി ആ കർഷക വൃത്തി എടുത്ത് ജീവിക്കുന്ന ഒരു കർഷകനും താൻ വിതയ്ക്കുന്ന വിത്തുകളൊന്നും തന്നെ പൊന്തുന്നില്ല, ഇനി പൊന്തിയാൽ തന്നെ ഒന്നും നല്ല രീതിയിൽ ആവുന്നില്ല എന്നുണ്ടാവുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന സങ്കടം എത്രയായിരിക്കും. അതേ സ്വാമി പറയുന്ന, സ്വാമിയുടെ ദുഃഖം പറയണ ഇവിടെ, ഒരു അവതാര ദുഃഖം. അതേപോലെ ഞാൻ ഉച്ചരിക്കുന്ന ഈ സത്യവാക്യങ്ങൾ, വാഹിനിയിലൊക്കെ പറയുന്ന മഹാസത്യങ്ങളായിട്ടുള്ള വാക്യങ്ങള്, അത് നമ്മുടെയൊക്കെ ഉള്ളില് അത് മുളച്ച് പടർന്ന് തഴിച്ച് ഫലവത്തായിട്ടില്ലെങ്കിൽ ഭഗവാൻ പറയണു, എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഞാൻ ഈ ചെയ്തതിന് എന്താ ഫലമുള്ളത്? ഒരു സന്തോഷമില്ല. ആ കൊയ്ത്തിലെ ആനന്ദം, അതാണ് എൻ്റെ ആഹാരം. സ്വാമി എപ്പോഴും പറയും, നിങ്ങളുടെ ആ ആനന്ദം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ആഹാരം. ഇവിടെ ഇങ്ങനെ ഒരു കൊയ്ത്ത് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ ആ വിള എടുത്തിട്ട് അത് കൊയ്യുമ്പോഴുള്ള ആനന്ദം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ആഹാരം. ഞാനിതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയാലോ എത്ര കഷ്ടായിരിക്കും. നിങ്ങൾ എനിക്കായിട്ട് അതേ ചെയ്യണ്ടു. നിങ്ങൾ കുറെ വചനമില്ലേ, കുറെ സേവാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഓടിക്കളിക്കേ, ഒന്നും വേണ്ട. ഇതിലുപരിയായിട്ട് വേറൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ സത്യമായ ഈ സദ്വാക്യങ്ങളെ നിങ്ങൾ എറിഞ്ഞു കളയാതെ, വേസ്റ്റ് ചെയ്യാതെ കർമ്മമാർഗത്തിൽ നിങ്ങൾ ഫലിപ്പിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനെ പ്രതിഫലിപ്പിക്കൂ. ഭഗവാൻ പറയുന്ന കാര്യങ്ങളെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊരു ആനന്ദം ഉണ്ടാവുക. ആ നിങ്ങൾക്കുണ്ടാവുന്ന ആനന്ദമാണ് ഭഗവാൻ പറയണു എന്നെ ജീവിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരം. ഇനി ഇതിലപ്പുറം എങ്ങനെയാ പറയേണ്ടത്? ഇത് അപ്പുറം എങ്ങനെയാ ഒരു ഈശ്വര അവതാരം നമ്മളോട് പറയേണ്ടത്? ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഇവിടെ അസ്തിത്വം തന്നെ ഞാൻ പറയുന്ന സദ്വാക്യങ്ങളെ നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ശരിയായിട്ടുള്ള ആഹാരം കിട്ടുന്നുള്ളൂ, എനിക്ക് ജീവിക്കാനുള്ള ആഹാരമുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര ശ്രേഷ്ഠമായൊരു കാര്യമാണിതെന്ന് ആലോചിച്ചു. നമ്മൾ ആവശ്യം അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്? സ്വാധ്യായം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ 9 സഭാസംഹിതകളിൽ പറയുന്ന എല്ലാ ആചാര്യന്മാരും പറയുന്ന ഒരു കാര്യമാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സ്വാധ്യായം എന്നുള്ളത്. ആ സ്വാധ്യായം എന്ന് പറയുന്നതിൽ ഈ വാഹിനികൾ വായിക്കാതെ പോവുക പറഞ്ഞാൽ അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമായിരിക്കും. ഭഗവാനെ
ഭഗവാൻ ഇതിൽ പ്രീതിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചില്ലേ. വാഹിനികളെ പറ്റി ശ്രദ്ധിക്കാതെ പോയാൽ അവിടെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തത്വങ്ങളും സദ്വിചാരങ്ങളും ഭഗവാന്റെ ഭഗവാൻ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ അതിലല്ലേ. അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാന് വല്ലാത്ത ഭഗവാൻ ഈശ്വരന ഒരു ദുഃഖമോ കഷ്ടമൊന്നുമില്ല സാധാരണ രീതിയിൽ. പക്ഷേ ഭഗവാൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണു, നമ്മുടെ ഭഗവാന് ദുഃഖമൊന്നുമില്ല. നമ്മൾ തന്നെ നശിക്കാൻ നോക്കിയാൽ തുടങ്ങിയാൽ ഭഗവാൻ എന്താ ചെയ്യുക? ഭഗവാൻ പറഞ്ഞു തരാനല്ലേ വെക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടായിരിക്കും. നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഭഗവാൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് ഇവിടെ. അപ്പോ അങ്ങനെ ഇങ്ങനെ എൻ്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് നിങ്ങളുടെ പ്രായോഗിക പദ്ധതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ധാരാളം 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 പുതുതായിട്ടുള്ള ഉപദേശങ്ങൾ ധാരാളം തന്നുകൊണ്ടിരിക്കുന്നു. ഒരു വാഗ്ദത്വം കൂടി പറഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തന്നെ. ഞാൻ എന്തിനാ അവിടെ അവതരിച്ചു വന്നത്? ഈ ഒരു കാര്യത്തിനാണ് ഞാൻ ഇവിടെ അവതരിച്ചു വന്നത്. നിങ്ങളെ നന്നാക്കിയിട്ട്, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വഴി പറഞ്ഞു തന്നിട്ട്, നിങ്ങൾ എത്തേണ്ട ശരിയായ ലക്ഷ്യത്തെപ്പറ്റി നിങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട്, നിങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ ശക്തിയും ഓജസ്സും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, കാഷ്വൽ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല, സീരിയസ് ആയിട്ട് സായി ഭക്തന്മാര് എടുക്കേണ്ട സംഗതികളാണ് ഇവിടെ ഭഗവാൻ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ ബാബയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച ശേഷം ആത്മാവിഷ്കരണത്തിനുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടതാണ്. അങ്ങനെ കേൾക്കേണ്ടുന്നുള്ള വിശ്വാസം അവരുണ്ടാകുവാനാണ് ബാബ തന്റെ ദിവ്യത്വത്തെ, ലീലകൾ, മഹിമകൾ ഇവയിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്ന് ബാബ തന്നെ നിരവധി തവണ പറഞ്ഞിരിക്കുന്നു. തന്നിൽ നിന്ന് ഓരോരുത്തരും ഈ സന്ദേശം മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് പേടിയോ സങ്കോചമോ കൂടാതെ ഏവനും തന്റെ അരികെ വരാം. അദ്ദേഹത്തിൽ നിന്ന് മാർഗനിർദ്ദേശം ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് സമീപിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ സന്ദേഹങ്ങൾ നിവാരണം ചെയ്യുവാനുള്ള ഉത്കണ്ഠയും സാധനയെ സംബന്ധിച്ച പ്രത്യേക വ്യക്തിഗത പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതായി എത്ര സന്ദർശനങ്ങൾ വേണമെന്നും അത്രയും നൽകാനുള്ള തന്റെ ഒരുക്കവും അദ്ദേഹത്തിന്റെ പരമകാരുണ്യത്തിനുള്ള പ്രത്യക്ഷ ലക്ഷണങ്ങൾ അത്രയും. അപ്പോ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആത്മ ആവിഷ്കരണത്തിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കിട്ടും. അപ്പൊ അത് കേൾക്കാൻ, അതിന് അവർക്ക് വിശ്വാസം വരണം. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയണതൊന്നും നമ്മൾ കേൾക്കില്ലല്ലോ. നമ്മൾക്ക് ഒരാളിൽ അങ്ങേയറ്റത്തെ വിശ്വാസം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അയാൾ പറയുന്നത് കേൾക്കുള്ളൂ. കാരണം അയാൾക്ക് അത് പറയാനുള്ള അറിവുണ്ട്. അയാൾ ആ പറയുന്നത് കൃത്യമായിരിക്കും. അയാൾ പറയുന്നതിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ആ നേടേണ്ടതിന് നേടാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ ബോധിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒരാളെ പറയുന്ന കാര്യങ്ങൾ ഉപദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ സന്ദേശങ്ങളായിട്ടോ ഒക്കെ തരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി പറയുന്നത്, നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരണ്ടേ, ഞാൻ ഒരു സർവശക്തനായിട്ടുള്ള ഈശ്വരനാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പല പല മഹിമകളും കാണിക്കുന്നത്. നിങ്ങൾ അടുത്തു വരാനും നിങ്ങൾ അറിയാനും വേണ്ടിയുള്ള മഹിമകളൊക്കെ ഞാൻ കാണിക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾക്ക് എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു സങ്കോചവും വേണ്ട. സ്വാമി ഇവിടെ ഉറപ്പിച്ചു പറയാണ്, നിങ്ങൾക്ക് ആധ്യാത്മികമായിട്ടുള്ള എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ മടി കൂടാതെ നിങ്ങളുടെ അടുത്തെത്തിയിട്ട് അത് നിവാരണം ചെയ്തു തരും. ഇവിടെ ഇപ്പൊ ഭഗവാൻ പറയുമ്പോൾ ഇപ്പൊ ഭഗവാൻ സ്ഥൂല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് വരുന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളില് അങ്ങനെ ഒരു തത്വത്തെ പറ്റി അറിയണം എന്ന ആ ജിജ്ഞാസ ഉണ്ടെങ്കിൽ, ആദ്യകാലങ്ങളിലൊക്കെ ഭഗവാന്റെ അടുത്ത് പോവാനും ചോദിക്കാനും ഒക്കെ നമുക്ക് പറ്റിയ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയി 1-2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കും, അപ്പൊ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ അടുത്ത് കൂടെ വരുമ്പോൾ ഇങ്ങനെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കാം. എനിക്ക് നന്നായിട്ട് അറിയണതാണ്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് വല്ലാതെ സൂക്കടൊക്കെ പിടിച്ചിട്ട് തീരെ സുഖമില്ലാത്തൊരവസരത്തിലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ആദ്യം ഓണത്തിന് വൈറ്റ് ഫീൽഡിലേക്ക് പോയി.
ഓണം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് തീരെ വയ്യ. ഞാൻ അപ്പൊ പറഞ്ഞു, അവിടെ പറയണ കേട്ടു ഭഗവാൻ നേരെ പുട്ടപ്പരുത്തിക്കാ പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പുട്ടപ്പരുത്തിക്ക് ഭഗവാൻ എത്തുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഭഗവാന്റെ ഒരു സ്വാന്തനം കിട്ടണം. ആ രീതിയിലായി. എനിക്ക് ഒന്നും തീരെ വയ്യാതായി, മരിക്കും ഞാൻ എന്നുള്ള അവസ്ഥയിലേക്കാണ് എനിക്ക് എത്തിയത്. ഞാൻ അങ്ങനെ നേർക്ക് പുട്ടപരുത്തിയിൽ പോവാ. അവിടുന്ന് പുട്ടപ്പരുത്തി പോയിട്ട് അവര് പറഞ്ഞു ഭഗവാൻ ഇപ്പോഴൊന്നും വരില്ല, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇപ്പോ യാതൊരു വിവരവും ഭഗവാൻ വരുന്നത് പറഞ്ഞു. ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞ് മുറി വാങ്ങിച്ചു. എൻ്റെ കൂടെ ഒരാളെയും കൂട്ടിയിരുന്നു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ അവിടെ താമസിക്കാൻ സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എനിക്ക് ശാരീരികമായി വളരെ തളർന്നു. അതാണെങ്കിൽ വളരെ ചീഞ്ഞളിഞ്ഞിട്ടുള്ള രീതിയിലായി ദേഹമൊക്കെ. ഒന്നും വേദനയോട് വല്ലാത്ത വേദന, വല്ലാത്ത ചൊറി, അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അവിടെയാണെങ്കിൽ രാവിലെയൊക്കെ നല്ല തണുപ്പുള്ള സമയം. നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. എനിക്ക് തണുപ്പൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അന്നൊക്കെ നമ്മൾക്ക് ഇന്നത്തെ മാതിരി സ്റ്റേറ്റ് കോർഡിനേറ്ററും ഒക്കെ ആയപ്പോ ആ കാലത്തൊക്കെ നമുക്ക് ഹീറ്ററൊക്കെ ഉള്ള മുറിയൊക്കെ നമ്മൾ ചോദിച്ചാൽ തരുമായിരുന്നു. അന്ന് അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം. അവിടെ എത്തിയപ്പോ എനിക്ക് ഉള്ളിൽ ഒരു വാശി വരികയാണ്. ഇങ്ങനെ ഞാൻ രാവിലെ മുതൽക്കുള്ള എല്ലാ പ്രോഗ്രാമിലും മാത്രം പങ്കെടുക്കും, ഭക്ഷണമൊക്കെ കുറയ്ക്കും, രാവിലെ പച്ചവെള്ളത്തിൽ കുളിക്കും. പച്ചവെള്ളത്തിൽ കുളിക്കുക പറഞ്ഞാൽ പെടച്ചലാണ് എനിക്ക്. കുളിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കാരണം അന്നൊന്നും നമ്മൾക്ക് പൈസ ചെലവാക്കാനൊന്നും ഇല്ല. വളരെ ചെറിയതായിട്ടുള്ള ശമ്പളമൊക്കെ കിട്ടിയിരുന്ന സമയമാണെന്നൊക്കെ. പക്ഷെ ഈ ത്വര കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോണം എന്നുള്ള ത്വര കൊണ്ട് പോവാണ്. അവിടെ ജോലിക്കൊന്നും ഇപ്പോ ജോലിയുടെ കാര്യത്തെ പറ്റി ഒന്നും ആലോചനയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോവാ. അപ്പൊ അങ്ങനെ പോയി ഇരുന്നു. എത്രയോ ദിവസങ്ങളായി സ്വാമി വരുന്നില്ല, അറിയുന്നില്ല. ഇന്നത്തെ മാതിരി ഫോണൊന്നുമില്ല, എവിടെയാന്ന് ആർക്കും അറിയില്ല. എന്താ ചെയ്യാ? പൈസ ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ 2-4 ദിവസത്തിലധികം ഒന്നും നിൽക്കാൻ വയ്യ. രാത്രിത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് വെറും മോരും വെള്ളം കുടിക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞതാണ്. അങ്ങനെ എപ്പോഴാണ് പെട്ടെന്ന് സ്വാമി വന്നു. ഇതേമാതിരി ഇരുന്നു. ആദ്യം ഇരുന്ന സ്ഥലത്തുനിന്ന് സ്വാമി വന്ന് പറഞ്ഞു അവിടെ വേല എന്ന് പറഞ്ഞ് അവിടെ നിന്നൊക്കെ മാറ്റി റിസർവൊക്കെ ചെയ്തിരുന്നതാ. അത് രാവിലെ 3 മണിക്ക് ടവലൊക്കെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്നൊക്കെ മാറ്റി. ഇനി ഒരു നിലയിലും വരില്ല എന്നുള്ളൊരു സ്ഥലത്താണ് പോയി പെട്ടത്. പക്ഷെ സ്വാമി ആ ഭാഗത്തേക്ക് വന്നിട്ട് സ്വാമി എൻ്റെ തൊട്ടടുത്തൊരു സായിപ്പാ. ആ സായിപ്പിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ പിന്നെ അങ്ങോട്ട് എന്നെ നോക്കാതെ പോകാൻ പറ്റില്ല, അത്ര അടുത്തല്ലേ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അത് സ്വാമി എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്, എനിക്കൊരു ട്രീറ്റ്മെന്റിന്റെ കാര്യം ചോദിക്കണം എന്നുണ്ട്. ഒരു ട്രീറ്റ്മെന്റ്, ഒരു ധാര ചെയ്യാൻ തൃശ്ശൂരിലെ അന്നത്തെ പ്രമുഖനായിട്ടുള്ള ആയുർവേദ വൈദ്യൻ നമ്പീശൻ, അദ്ദേഹത്തിന്റെ മൂരിയിൽ നമ്പീശൻ എന്ന് പറയും, അദ്ദേഹം പറഞ്ഞതാ ഒരു ധാര. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് വന്നതാ, ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് സമ്മതം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നും കൂടി എനിക്ക് ഇതെങ്കിലും ഇത് ചോദിക്കും വേണം. അപ്പൊ റെഡി ആയിട്ടിരുന്നു. ഞാൻ ക്ഷമകേടൊന്നും കാണിച്ചില്ല. എന്തായാലും എന്നോട് അടുത്തേക്കാ നോക്കുക വിചാരിച്ചു. അങ്ങനെ ഞാൻ അപ്പൊ എന്താ സ്വാമി ചെയ്യണത് അറിയോ? ഇപ്പൊ പറഞ്ഞു വന്നത് എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാമി അദ്ദേഹം ചോദിക്കുന്നത് ജ്യോതിർധ്യാനത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാനും ജ്യോതിർധ്യാനം ചെയ്യുന്ന ആൾ തന്നെയാണ്. നമ്മളെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ആര് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഇദ്ദേഹം ഓരോന്നായിട്ടും സ്വാമിയോട് ചോദിക്കുന്നുണ്ട്. ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം, ഞാന് പത്മാസനം വേണോ? അപ്പൊ സ്വാമി പറഞ്ഞു പത്മാസനം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നട്ടെല്ല് നിറഞ്ഞിരിക്കണം. ഇങ്ങനത്തെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും സ്വാമി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് അയാളോട് പറയണു, നിങ്ങൾ മാനസിക പൂജ ചെയ്തോളൂ. മനസ്സിൽ നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ നിങ്ങൾ ഹൃദയത്തിൽ കണ്ടോളൂ. ജീസസ് ക്രൈസ്റ്റിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ എങ്ങനെയൊക്കെ ആരാധിക്കുക, മുട്ടുകുത്തിയിട്ട് മുമ്പിൽ നിന്ന് ആരാധിച്ചോളൂ. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വളരെ ശാന്തമായി. ഇപ്പൊ ഇവിടെ അതാണല്ലോ പറഞ്ഞത്,
നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം വന്നാൽ, എങ്ങനെയാണ് ഈ മുന്നോട്ട് പോകേണ്ടത് എന്ന വിചാരം വന്നാൽ, ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഭഗവാൻ അതിന് എത്തിക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ അത് ഞാൻ എൻ്റെ കഥയും കൂടി പറഞ്ഞ് അതോട് വെക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ച ഭഗവാൻ എന്നെ നോക്കും കൂടി ചെയ്യാണ്ട് നേരെ റൈറ്റ് അബൌട്ടാണ്. റൈറ്റ് അബൌട്ടായിട്ട് പോകുമ്പോഴേക്ക് എൻ്റെ വ്യസനം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഉള്ളു പെടഞ്ഞു പോയി. എനിക്ക് എത്രയോ ദിവസമായിട്ട് തളർന്നു പോയി. ഞാൻ എന്നിട്ട് കടന്നുകൊണ്ട് എന്തായാലും മഹാപാപി തന്നെ ഞാൻ. അത്ര ദൂഷ്യങ്ങളായിട്ടുള്ള കർമ്മബന്ധങ്ങൾ എനിക്കുണ്ടായിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ വരില്ലല്ലോ. എന്നാൽ അവസാനം ഒന്ന് എനിക്ക് ആ പാദം തൊട്ടാൽ മതിയായിരുന്നു വിചാരിച്ച് ഞാൻ കടന്നുകൊണ്ട് ഏന്തിയിട്ട് അങ്ങോട്ട് കൈ നീട്ടിയപ്പോ മടമ്പിന്റെ മുകളിൽ കൊണ്ടു. ഒറ്റ തിരിയതാ. തിരിഞ്ഞിട്ട് ഇങ്ങനെ വിഭൂതി ഉണ്ടാക്കി. എന്നിട്ട് നേരെ അപ്പൊ അന്ന് എന്റെ സ്ഥിതി എന്താ വെച്ചാൽ, എന്നെ എൻ്റെ അടുത്തേക്ക് വരാനും കൂടി ആൾക്കാർക്ക് മടിയായിരിക്കും. സ്റ്റിങ്കിങ് എന്നൊക്കെ പറയും. ഇതെല്ലാം വെച്ച് ഒട്ടിപ്പിടിച്ച് ചലവും ഇതൊക്കെ കൂടി ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഷർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഭഗവാൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ഇങ്ങോട്ട് പിടിച്ചു, നല്ലോണം അടുത്ത് പിടിച്ചു. ഈ വിഭൂതി എനിക്ക് തരാൻ വേണ്ടി വന്നപ്പോൾ ആൾക്കാർ ബാക്കി അടുത്തുള്ളവരൊക്കെ കൈ കാണിച്ചാൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഫോർ ഹിം ടു ഈറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ വിഭൂതി എൻ്റെ വായിലിട്ട് തന്നു. നെറ്റി തൊട്ടിട്ട് വെക്കുമ്പോൾ ഞാൻ മെല്ലെ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഞാൻ ധാര ചെയ്യട്ടെ? അപ്പൊ സ്വാമി എന്നാ ധാര അറിയാത്ത മാതിരി ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഷായം കൊണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എക്സ്റ്റേണലാ എന്നെ വേണമെങ്കിൽ പണിക്കോ, എക്സ്റ്റേണലായിരിക്കില്ല, അതൊന്നും പെർമനന്റ് അല്ല, എല്ലാം ചേഞ്ച് പണിയിടും, അതെല്ലാം നശിച്ചു പോയി. ഉള്ളിരിക്കില്ല ഒന്ന്, അത് കട്ടിയാ പിടിച്ചുക്കോ, അത് താൻ സത്യം. അന്ന് എനിക്ക് പാരമാർത്ഥിക സത്യവും പ്രാതിഭാസിക സത്യവും വ്യാവഹാരിക സത്യവും ഒന്നും എന്താണെന്നൊന്നും അന്നറിയില്ല എനിക്ക്. അന്ന് എനിക്ക് സൂക്കട് മാറാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്വാമി പറഞ്ഞത് എൻ്റെ ഉള്ളിലേക്ക് ഒരു ചാട്ടുളി പോലെയാ പോയത്. അതെൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ചേർന്ന് അവിടെ ഇങ്ങനെ അലിഞ്ഞു പോയി. അതൊരു ശരിക്കും പറഞ്ഞ വേദവാക്യാണ് പറഞ്ഞത്. ഈ കാണുന്ന ഈ പ്രപഞ്ചം, ഈ ലോകം, ഇതൊക്കെ അനർത്ഥ ജഡ ദുഃഖ സ്വരൂപമായിട്ടുള്ള സംഗതികളാണ്. ഇത് സത്യമല്ല. സത്യമായിട്ടുള്ളത് നിന്റെ ഉള്ളിലുള്ള ആ ആത്മാവാണ്. ആ ആത്മാവിനെ സാംശീകരിക്കുകയാണ്. ആത്മാവുമായി യോജിച്ച് ഞാൻ ആത്മാവാണെന്ന് ബോധിക്കലാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് എന്നോട് പറഞ്ഞത്. ആരാ പറഞ്ഞത്? സർവശക്തനായിട്ടുള്ള ഈശ്വരന്റെ നേരെ മുന്നിൽ നിന്ന് ആ വായിൽ നിന്ന് വന്നിട്ടുള്ള തിരുവചനം. അതെന്റെ ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള ആ മാറ്റം അതിഗംഭീരമായിരുന്നു. അതിൽ ഞാൻ ആകെ തന്നെ മാറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വന്നിട്ടുള്ള ഒരു അവസരം. അത് ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ ഒരു ഘട്ടം വന്നപ്പോ ഇതിനെ കുറിച്ച് സ്വാമി പറയിപ്പിച്ചതായിരിക്കണം ഈ ഒരു അവസരത്തിൽ. അത് ഇങ്ങനെ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമ്മൾ കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായിട്ട് വരാൻ എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നുവോ അത് സ്വാമി നടത്തിയിരിക്കും, ഇന്നും നടത്തുന്നുണ്ട്. സ്വാമി സ്ഥൂലാവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴല്ല. ഇന്ന് സ്വാമി സൂക്ഷ്മാവസ്ഥയിലും കാരണാവസ്ഥയിലും കാരണാതീതാവസ്ഥയിലും ഒക്കെ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയുന്ന ഈ ഒരു ലോകം മാത്രം. സ്വാമിക്ക് എത്ര ലോകങ്ങൾ, അണ്ടകടാഹം മുഴുവനും സർവത്ര വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്വാമിക്ക് നമ്മുടെ ആ വിചാരങ്ങൾ അറിയാൻ എന്താ പ്രയാസം? നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്വാമിയുടെ ഭക്തന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ സ്വാമിക്ക് അറിയും. അപ്പൊ സ്വാമി അതിനുള്ള വഴികൾ ഉണ്ടാക്കി തരും. ഇപ്പോ ഇതൊരു വഴിയായിരിക്കും. ഈ സ്വാമിയുടെ ഈ സത്യശിവസുന്ദരം വായിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്തേ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് സമയത്ത് ഈ ഒരു ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇതിനെപ്പറ്റി പറയുമ്പോൾ, നമ്മൾ ഇന്നുവരെ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എത്ര വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ പുതുതായി നമ്മളിലേക്ക് വരുന്നു. ഭഗവാന്റെ അനുഗ്രഹം തന്നെയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? ഈ കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നത് ഒരു സത്യമല്ലേ? അപ്പൊ അതാണ് സ്വാമി പറഞ്ഞത്. ഈ വാക്കുകൾ, ഈ സന്ദേശങ്ങൾ, ഈ ഉപദേശങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് ദുഃഖം വരും. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ച് ആധ്യാത്മികമായിട്ട് ഉയർന്നു കാണുമ്പോൾ അതാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കരുതലോടുകൂടി, എത്ര ബഹുമാനത്തോടു കൂടി ആ സംഗതികൾ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കണം. ഇത് വളരെ വലിയൊരു, ഇന്നിപ്പോ നമ്മൾ ഇതുവരെ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ വായിച്ചത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഇതിനെ ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറയാനുള്ള കാരണം, സനാതന സാരഥിയുടെ താളുകൾ മറിച്ചു നോക്കിയാൽ ഏതു വായനക്കാരനും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ മഹത് ശക്തി, ജ്ഞാനം, കരുണ ഇവയെല്ലാം തെളിഞ്ഞു കാണാം. ഉറുപ്പികയ്ക്കുള്ള തിരച്ചിൽ നയാ പൈസകളെ അവഗണിക്കുന്ന നയത്തിനെതിരായി ബാബ താക്കീത് നൽകുന്നു. നിസ്സാര കാര്യങ്ങളെക്കുറിച്ചും ജാഗരൂകരാകുക. നിങ്ങൾ അനുനിമിഷം അനുവർത്തിക്കുന്ന പരസഹസ്രം കാര്യങ്ങളും ക്രമേണ സ്വഭാവമായി മാറുന്നു. അത് പിന്നെ വ്യക്തിപ്രഭാവത്തിനും മാറ്റുകൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അവ ബുദ്ധിയെയും വീക്ഷണഗതിയെയും ആദർശങ്ങളെയും ആകൃതിപ്പെടുത്തുന്നു. നിങ്ങളുടെ ദുസ്സമ്പ്രദായങ്ങൾ നിങ്ങളെ അടിമപ്പെടുത്തുന്നതിന് മുമ്പേ അവയെ വെല്ലുവിളിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി യത്നിച്ചാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. നിങ്ങളുടെ അബദ്ധങ്ങളെ ആരെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ട് അയാൾക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കാൻ നോക്കരുത്. അതിനെ ചൊല്ലി അയാളുടെ പ്രതികാര വാഞ്ചയും പുലർത്തരുത്. നിങ്ങൾ തന്നെ കാര്യകാരണ വിവേചനം ചെയ്യുക. ശാന്തമനസ്കരായി നിങ്ങളുടെ സ്വഭാവത്തെ പരിശോധിക്കുക. കൃതജ്ഞതയോടെ സ്വയം തിരുത്താൻ ശ്രമിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് മനോവേദനയുണ്ടാക്കിയാൽ ദേഷ്യം വരേണ്ട. വിവേകം, വിചക്ഷണത്വം ഇവയുടെ ഒന്നാമത്തെ ശത്രുവാണ് ക്രോധം. ഏകാന്തതയിൽ ഇരുന്ന് കുറച്ചു നേരം നാമസ്മരണ ചെയ്യുക. ഉച്ചത്തിൽ ചില കീർത്തനങ്ങൾ ചൊല്ലുക. രണ്ടും ചെയ്യുവാൻ കഴിയുകയില്ലെങ്കിൽ കിടക്ക വിരിച്ച് കിടക്കുക. സ്വാനുഭവം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ ഉറപ്പ്. മറ്റു ചിലർ അവരുടെ അനുഭവങ്ങളെ പറ്റി പറയുന്നത് കേട്ട് വഴി മാറ്റരുത്. നിങ്ങളുടേതുപോലെ അത്ര സത്യമായിരിക്കാൻ വഴിയില്ല അത്. ധൈര്യം, ആത്മവിശ്വാസം, ശുഭപ്രതീക്ഷ, ഉത്സാഹം ഇവ വളർത്തുക. ആത്മീയവും ഭൗതികവുമായ മണ്ഡലങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ഇവ മതി. മനുഷ്യൻ എവിടെയും ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ആമഗ്നനായിരിക്കുന്നു. അവന്റെ മനക്ലേശത്തെ ഇനിയും വർദ്ധിപ്പിക്കുന്നു നന്നോ? ഇപ്പോൾ തന്നെ സമുദ്രം ക്ഷുഭിതമാണ്. അതിന്റെ മീതെ ഒരു ചുഴലിക്കാറ്റടിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വരും? ഓരോ മുഖത്തും പുഞ്ചിരി വികസിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലാപം കൊണ്ടും നിങ്ങളുടെ ക്ലേശകരമായ കഥകൾ കൊണ്ടും ലോകത്തിലെ ദുഃഖഭാരം അധികമാക്കേണ്ട. നിങ്ങളുടെ കഥനഭാരം ചുരുക്കുന്നതിനും ജപം, ധ്യാനം ഇവ സ്വീകരിക്കുക. നിങ്ങളുടെ സ്വന്തം ദുഃഖം കീഴടക്കുവാൻ ശ്രമിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരുക. ഭാവ കരുണാപൂർവം നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ചിലതാണ് ഇവ. എത്ര പ്രസക്തങ്ങളായിട്ടുള്ള ഉപദേശങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്ര അടിവരയിട്ടിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. സനാതന സാരഥിയൊക്കെ മറച്ചു നോക്കുമ്പോൾ, ഭഗവാൻ പറഞ്ഞ പല ഗ്രന്ഥങ്ങളും മറച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ഭഗവാന്റെ ഈ മഹത്തായ ഇച്ഛാശക്തി, ജ്ഞാനം, കരുണയൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പൊ സ്വാമി പറയണ ഈ ഉറുപ്പിക തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയാ പൈസകളെ തട്ടി മാറ്റാനുണ്ട് ചിലര്. ഇങ്ങനെയൊക്കെ ഉറുപ്പിക മതി പറഞ്ഞിട്ട് നയാ പൈസ വേണ്ടാന്ന് പറഞ്ഞ് അത് തട്ടിക്കളയുന്ന നയ ഉണ്ടല്ലോ, അത് ശരിയല്ല. സ്വാമി പറഞ്ഞു നിസ്സാര കാര്യങ്ങള് അതാണ് പിന്നെ ഹാബിറ്റായിട്ട് മാറിയ. നിസ്സാര കാര്യങ്ങള്, തെറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജാഗരൂകരാവണം. അപ്പോ നമ്മൾ അനുനിമിഷം ഒരുപാട് കാര്യങ്ങൾ അത് പിന്നെയും ചെയ്താൽ അതൊരു മോശം സംഗതിയാണെങ്കിൽ അതൊരു ശീലമായിട്ട് മാറിയാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനേ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ആകൃതിയെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദുസ്സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ അടിമപ്പെടുത്തുന്നതിന് മുമ്പേ അവയെ വെല്ലുവിളിച്ച് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കണം. നമുക്ക് മനസ്സിലാവണം ഈ സമ്പ്രദായം എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആദ്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് തന്നെ വേണ്ടെന്ന് വെക്കണം. അത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അയാളായിട്ട് വെറുതെ ലഹളയ്ക്ക് പോണ്ട. ഒന്നിരുന്ന് ആലോചിക്കും. അയാൾക്കാണ് തെറ്റ് പറ്റിയത്, ഞാൻ ചെയ്തത് ശരിയാണ്. നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഞാനും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ആരെന്ത് പറഞ്ഞാലും അത് നമ്മൾ ചെയ്യുന്നതിന് എതിരായിട്ടാണ് പറഞ്ഞതെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഒരു വിഷമം.
പക്ഷെ ഇപ്പൊ ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആലോചിക്കും, അയ്യോ അത് പറഞ്ഞത് ശരിയല്ലേ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് വളരെ ശാന്തതയോട് കൂടിയിട്ട് അതിനെ ഒന്ന് നമ്മൾ വിശ്ലേഷണം ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ടോ ആ കാര്യം വന്നത് നന്നായി, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഈ സംഗതി മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ അങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നതിന് പകരം സന്തോഷത്തോട് കൂടിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് തെറ്റിതിരുത്തുക. ആരെങ്കിലും നിങ്ങൾക്ക് മനോവേദന ഉണ്ടാക്കിയാൽ ദേഷ്യം വരരുത്. ബുദ്ധിമുട്ടാണ്, നമ്മളെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും നമ്മുടെ മേല് വന്ന് വീഴുകയാണ്. എന്നിട്ട് നമ്മുടെ മേല് വന്നിട്ട് പലതും വന്നിട്ട് പലരും നമ്മളെ വേദനിപ്പിക്കുന്നു. നമുക്ക് ഒരു ലേശം സുഖം തരുന്നില്ല, ദുഃഖം തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. അത് ബന്ധുക്കളായാലും ശരി, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ശരി, നമ്മൾ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയിലെ നമ്മുടെ കൂടെയുള്ള നല്ലവരാണെന്ന് കരുതുന്നവരായാലും ശരി, എല്ലാവരും ചില സമയങ്ങളിൽ നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നമ്മളെ വേദനിപ്പിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന എത്ര അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടില്ലേ? സ്വാമി പറഞ്ഞു സാരമില്ല പോട്ടെ, അത് വിട്ടേക്കും. നമ്മളപ്പോ ആലോചിച്ചാൽ മതി, എൻ്റെ കൂടെ ഭഗവാനുണ്ട്, ഭഗവാൻ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്, എൻ്റെ പ്രാരബ്ധം കൊണ്ടായിരിക്കണം ഇവരിങ്ങനെയൊക്കെ പറയണത്, പോട്ടെ, അതിനെ പറ്റിയിട്ട് ഇനി ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് വേഗം ആ സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ മനോവേദനയിൽ നിന്ന് മാറണം എന്നാ പറയണത്. ഇങ്ങനെ വരുമ്പോ ദേഷ്യം വന്നാൽ അത് വലിയ ശത്രുവാണ്. ദേഷ്യം എങ്ങനെയായാലും മോശം സംഗതിയാണ്. പക്ഷെ ദേഷ്യത്തിന് പെട്ടെന്ന് ചില കാര്യങ്ങളിൽ ദേഷ്യം വരുമ്പോ നിയന്ത്രിക്കാൻ വലിയ പ്രയാസം തന്നെ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേണ്ടിയിരുന്നില്ല കേട്ടോ, അത് മോശമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ പല പല സാഹചര്യങ്ങൾ ഈ ലോകത്തില് ഇവിടെ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓരോ ദിവസം നമുക്ക് നമ്മളെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ വന്ന് വീഴുന്നത്. ഒരിക്കലും ഒരു സ്വൈരമില്ലാത്തതായിട്ടുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ സമനില തെറ്റിപ്പോവും. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ ഉള്ള അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ സ്വന്തം നിയന്ത്രിച്ചിട്ട് ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ സമ്യക് ഭാവത്തിലേക്ക് ചെല്ലും എന്നാണ് സ്വാമി പറയുന്നത്. ഇനി അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാമി പറയാണ്, കുറച്ചു നേരം ഒരു മൂലയിൽ പോയിരുന്നിട്ട് നാമം ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ കുറച്ച് കീർത്തനങ്ങൾ ഉറക്കെ അങ്ങോട്ട് ചൊല്ലിക്കോളൂ. ഇനി ഇത് രണ്ടും ചെയ്യാൻ കഴിഞ്ഞാലോ വേഗം പോയി കിടക്ക വിരിച്ചിട്ട് അവിടെ കിടക്കുക, എണീക്കണ്ട. അപ്പോ നിങ്ങളുടേതായ സ്വന്തം അനുഭവമാണ് നിങ്ങളെ ഏറ്റവും വലുതായിട്ടുള്ള സത്യം. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവും. ആ അനുഭവങ്ങൾ ചിലതൊക്കെ വളരെ ദോഷങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അത് വേറൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ പല തെറ്റുകളും പല കാര്യങ്ങളും ഒക്കെ. മറ്റു ചിലര് അവരുടെ ചിലതൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ അതാവാൻ വേണ്ടി ശ്രമിക്കേണ്ട. നമുക്ക് നമ്മുടേതായ ഒരു വഴി കണ്ടുപിടിക്കണം. അതിന് ആത്മവിശ്വാസം വേണം, എല്ലാത്തിനും ശുഭപ്രതീക്ഷ വേണം. ഇങ്ങനെ ഒന്ന് പറ്റിയാൽ ഇങ്ങനെയാണ് എപ്പോഴും അങ്ങനെ വിചാരിക്കണ്ട. അതൊക്കെ മാറി മറിയും. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന് വിചാരിച്ചൊക്കെ മാറിയിട്ടില്ലേ? ഇവിടെ ഒന്നും സ്ഥിരമായിട്ടില്ല. സ്ഥിരമായൊരു ദുഃഖം ഉണ്ടാവില്ല, സ്ഥിരമായൊരു ആനന്ദം ഉണ്ടാവില്ല. ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ ലോകത്തിന്റെ സമ്പ്രദായം. അപ്പോ ഈ ഇങ്ങനെ മനുഷ്യനെപ്പോഴും ഈ ക്ലേശവും ദുരിതവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ മനക്ലേശത്തെ ഇനി അല്ലെങ്കിൽ തന്നെ മനക്ലേശാണ് വരുന്നുകൊണ്ടിരിക്കുക ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. ഇനി ഇങ്ങനെ വേണ്ടാത്ത ചിന്തിച്ചിട്ട് അതിനെങ്ങനെ കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? സമുദ്രം ഇപ്പൊ തന്നെ ക്ഷുഭിതമായിട്ടിരിക്കുക. ആ സമുദ്രത്തിന്റെ ആ അവസ്ഥയിൽ ഒരു ചുഴലിക്കാറ്റും കൂടി അടിച്ചാൽ എന്തായിരിക്കും? അപ്പൊ വേണ്ടാതെ പോയി ഓരോന്ന് പോയി ചാടിയിട്ട് അല്ലെങ്കിൽ തന്നെ റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഇവിടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയും പോയി ടെൻഷനൊക്കെ ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ട്? എപ്പോഴും മുഖത്ത് ഒരു മന്ദഹാസം ഉണ്ടാവട്ടെ. നമ്മളിങ്ങനെ കരഞ്ഞിട്ട് നമ്മുടെ ക്ലേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോ ജപവും ധ്യാനം ചെയ്തോളൂ. ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ അത് ഉറപ്പാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ക്ലേശങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ആഞ്ഞടിക്കുമ്പോൾ
ജപിച്ചുകൊണ്ടിരിക്കുക, ധ്യാനിച്ചുകൊണ്ടിരിക്കുക കുറെ സമയം. അപ്പൊ ഒരു ശക്തി കിട്ടാനുണ്ട്. അതിനെ മാറ്റാനത് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് കലികാലത്തിൽ സ്വാമി പറഞ്ഞിരിക്കുന്നത് യമ നിയമ ജപധ്യാനം. ഇതാണ് വേണ്ടത്. യമനിയമം എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ജീവിതത്തിന്റെ കാര്യങ്ങൾ, അഹിംസ, അസ്തേയം, അപരിഗ്രഹം, ശുചിത്വം എന്നൊക്കെ പറയുന്ന വേദാന്ത ഭാഷയിൽ പറയുന്നത് ചുരുക്കത്തില് വിശുദ്ധമായിട്ടുള്ള ശുചിയായിട്ടുള്ള ഒരു ജീവിതം. അതാണ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപവും ധ്യാനവും കൃത്യമായിട്ട് ശരിക്ക് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അത് നമ്മളെ ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്തേക്കേണ്ടത് അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. ദുഃഖം കീഴടക്കാൻ അത് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ദുഃഖം കീഴടക്കണ കണ്ട് അത് മറ്റുള്ളവർക്ക് മാതൃകയാവും. അവര് അത് കണ്ട് അത് അനുകരിക്കാൻ പഠിക്കും. അപ്പോ അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഇതാ ഇപ്പോ കസ്തൂരിസ്വാമി നമ്മളോട് പറഞ്ഞത് വളരെ അത്യാവശ്യം ജീവിതത്തിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ 2 or 3 ഇപ്പൊ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല. ഇത് മാത്രം മതി. ഈ കാര്യം ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ആധ്യാത്മികമായ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തണം. അങ്ങനെ എത്താൻ ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ ഉപദേശങ്ങളും ഇനിയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മളത് വേണ്ട രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ അതിനെ അനുവർത്തിക്കട്ടെ. അതിന് സംഗതി വരുത്തണേ, അതിന് ശക്തി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്യാഖ്യാനം ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.